ഇല്ലാതെ പോകുക പറഞ്ഞാൽ വലിയ വിഷമമാണ്. മനുഷ്യൻ ഏറ്റവും നന്നാകുക, മതമേതോ ആയിക്കോട്ടെ, എല്ലാവരും തമ്മിൽ സ്നേഹിച്ച് ജീവിക്കുക. ആ ഒരു ഭാഗ്യത്തിലുള്ള വീട്ടിലേക്ക് ഞാൻ ജനിച്ചതെന്ന് എനിക്ക് ഭാഗ്യമായി തോന്നി. അമ്മാവിൻ്റെ മരുമകളായി ജീവിക്കാൻ 5ാമത്തെ തലമുറയാണ് ഞാൻ. 6ാമത്തെ തലമുറയും 7ാമത്തെ തലമുറയും ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത വർഷം ഇതുമായി നമ്മൾ ഗംഭീരമായി നടത്തുമ്പോൾ ആരാട്ടപ്പെട്ട കുറേ അംഗങ്ങളും നമ്മളെ സഹകരിക്കുമെന്ന് ഇവിടെ പറയുന്നു. മുത്തശ്ശി പറഞ്ഞ ചെറിയൊരു കഥ മനസ്സിലോർമ്മ. എൻ്റെ അമ്മാവിനെ കുറിച്ച്. പണ്ട് നായർ തറവാടുകളിൽ പൂജകളും വിഗ്രഹാരാധനകളും നാമന്മാരെ വെച്ചിട്ടുള്ളതും എല്ലാം ധാരാളം നടത്തുന്ന കാലഘട്ടത്തിലാണ് അമ്മാവൻ ജീവിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം മുത്തശ്ശിക്ക് കാശിക്ക് പോകാൻ പണ്ട് എല്ലാവരും 2-3 മാസത്തേക്ക് പോകുമ്പോൾ ആങ്ങളയോട് ചോദിച്ചിട്ട് പെങ്ങന്മാർ എവിടേക്കും പോകാറുണ്ട്. അപ്പം അത് ചോദിക്കാൻ വേണ്ടി ആശ്രമത്തിൽ പോയപ്പോൾ ദേവിനി ഇത് ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് നീ വരണ്ട, ഞാൻ സമ്മതിക്കില്ല, നമുക്കറിയാലോ. നീ അവിടെ പോയിട്ട് കാശിയിൽ പോയി എൻ്റെ ചങ്ങാതിമാർ കണ്ട കാഴ്ചകളൊക്കെ നീ മനസ്സിലാക്കി എന്നെ നീ കാണാൻ പാടും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവരെല്ലാം തിരിച്ചെത്തി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നേരിട്ട് അമ്മാവിൻ്റെ അടുത്തേക്ക് പോയി. അമ്മാവിനോട് ഇതൊന്നും നീ കണ്ടതൊന്നും എന്നോട് പറയേണ്ടാവുന്നു. ശുദ്ധമായി ജപമുറിയിലേക്ക് വരാൻ പറഞ്ഞു. കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. ധ്യാനത്തിനിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കണ്ണൊരിക്കലും തുറക്കരുതെന്ന് പറഞ്ഞു. അവിടെ കണ്ട കാഴ്ചകൾ മുഴുവൻ, കാശിയിൽ കണ്ട കാഴ്ചകൾ മുഴുവൻ മുത്തശ്ശിക്ക് അമ്മാവൻ കാണിച്ചു കൊടുത്തു എന്നാണ് അതിലൂടെ എനിക്ക് പറഞ്ഞു കിട്ടിയത്. ഗംഗയിൽ ഇറങ്ങി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ ഗംഗയിൽ കുളിച്ചോളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് 21 പ്രാവശ്യമൊക്കെ അതിൽ മുങ്ങിയത്ര. ആ ചെറിയ റൂമിൽ ഗംഗയെ വ്യക്തി അമ്മാവൻ എത്ര വലുതാണെന്ന് നമ്മൾ ആർക്കും. ഇനി ആ വിഗ്രഹാരാധന അമ്പലങ്ങളിൽ പോകാൻ വേണ്ടി അനുമതിക്ക് വരരുത് എന്ന് അമ്മാവൻ പറഞ്ഞിട്ടാണ് ഇത്ര മുത്തശ്ശി അയച്ചത്. നമ്മളാരും അത്ര വേണ്ടെങ്കിൽ ആശ്രമത്തിലേക്ക് പോകാറില്ല. അമ്മാമ്മയ്ക്ക് അത് ആഗ്രഹവുമല്ല. ഇതെല്ലാം ശിഷ്യന്മാരുടെയാണ്, നമ്മളിതൊന്നും കാണാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അമ്മാമ്മ പറഞ്ഞതുവരെ നമ്മുടെ മനസ്സിലുള്ള എല്ലാവരുടെയും നന്നാവട്ടെ, എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ, മതം നോക്കാതെ നമ്മളെല്ലാവരും എല്ലാവരെയും സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ